സർക്കാരിലെ SNDP നോമിനികൾ രാജിവെക്കേണ്ടതില്ല എന്ന് MM ഹസൻ പറഞ്ഞു. വിവരങ്ങളുമായി PV കുട്ടൻ ചേർന്നുണ്ട്. കുട്ടൻ വിശദാംശങ്ങൾ. സൗമ്യ, BJP SNDP കൂട്ടുകെട്ടിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ SNDPക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ വിവിധ സ്ഥാനങ്ങളിൽ SNDPയുടെ പ്രതിനിധികളെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. SNDPയുടെ നോമിനികളായി വന്ന ഇവർ രാജിവെക്കണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ, അതുപോലെ തന്നെ ആലപ്പുഴ DCCയിലെ നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരം ആവശ്യങ്ങളെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് KPCCയുടെ വൈസ് പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ MM ഹസൻ രംഗത്തെത്തിയിരിക്കുന്നത്. SNDPക്ക് നൽകിയ ആനുകൂല്യങ്ങൾ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് UDF സർക്കാർ ഇത്തരത്തിൽ SNDPക്ക് ആനുകൂല്യങ്ങൾ നൽകിയത്. ഈ ആനുകൂല്യങ്ങൾ തിരിച്ചെടുക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത്തരമൊരു അഭിപ്രായം തനിക്കില്ല എന്നും MM ഹസൻ പറഞ്ഞു. UDFും കോൺഗ്രസും എതിർക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെയാണ്, SNDP യോഗത്തെയല്ല. അതുകൊണ്ട് തന്നെ SNDPക്ക് നൽകിയ ആനുകൂല്യങ്ങൾ, അത്തരം നൽകിയ സ്ഥാനമാനങ്ങൾ രാജിവെക്കണമെന്ന് പറയുന്ന അഭിപ്രായത്തോട് തനിക്ക് യോജിപ്പില്ല എന്ന് MM ഹസൻ പറഞ്ഞിരിക്കുന്നു. ഇത് KPCC പ്രസിഡന്റ് VM സുധീരനുള്ള ഒരു മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ പരാമർശങ്ങളെ രാഷ്ട്രീയ ലോകം നോക്കിക്കാണുന്നത്. നമുക്കറിയാം, കോൺഗ്രസിനകത്ത് SNDP BJP ബന്ധം സംബന്ധിച്ച് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രൂക്ഷമായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഈ കൂട്ടുകെട്ടിനെ, SNDP BJP കൂട്ടുകെട്ടിനെ പൂർണ്ണമായും പിന്തുണക്കുന്നു എന്ന ആരോപണവുമായി CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ, പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ രംഗത്ത് വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം മുഖ്യമന്ത്രിയുടെ വളരെ വിശ്വസ്തനും അടുപ്പക്കാരനുമായ MM ഹസന്റെ ഈ പരാമർശങ്ങളെ നോക്കിക്കാണാൻ. സൗമ്യ, കുട്ടൻ തുടരുക. MM ഹസന്റെ വാക്കുകൾ തന്നെ നമുക്കിപ്പോൾ ലഭ്യമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോയ ശേഷം തിരികെ എത്താം. ഹസന്റെ വാക്കുകൾ. UDFോ കോൺഗ്രസോ ഒരിക്കലും വെള്ളാപ്പള്ളിയല്ല ഞങ്ങൾ എതിർക്കുന്നുള്ളൂ. ഞങ്ങൾ SNDP എതിർക്കുന്നില്ല. എതിർക്കാത്തതിന് കാരണം ഇതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം SNDPയോടും NSSനോടും സമുദായ സംഘടനകളോടും എല്ലാം സൗഹാർദ്ദം പുലർത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. കോൺഗ്രസിനെ എതിർക്കുമ്പോൾ, UDFനെ എതിർക്കുമ്പോൾ ഈ കോൺഗ്രസ് ഗവൺമെൻറ് കൊടുത്ത സ്ഥാനങ്ങൾ വേണമോ വേണ്ടയോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ അവരോട് രാജിവെക്കണമെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. ഹസന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സുധീരനും ആലപ്പുഴ DCCയും ഒക്കെ എടുത്തതിൽ നിന്നും വിരുദ്ധമായ ഒരു നിലപാടാണ് ഇന്ന് ഹസൻ പറഞ്ഞത്. ഒരു സാമുദായിക സന്തുലനാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ആ വിധത്തിൽ സ്ഥാനമാനങ്ങൾ നൽകിയതെന്നാണ് ഹസൻ പറഞ്ഞത്. കുട്ടനിലേക്ക് ഒരിക്കൽ കൂടി. കുട്ടൻ, ഇവിടെ സ്വാഭാവികമായും ഹസന്റെ വാക്കുകൾ ഇങ്ങനെ പുറത്തു വരുമ്പോൾ പൊതുവിൽ UDFിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് തന്നെയുള്ള SNDPയോടുള്ള ഒരു നിലപാടിന്റെ ഭിന്നസ്വരം തന്നെയാണ് പുറത്തു വരുന്നത്. BJPയോട് കൂടുതൽ അടുക്കുന്ന വെള്ളാപ്പള്ളിയെ അധികം പ്രീണിപ്പിക്കണ്ട എന്ന ഒരു നിലപാടാണ് സുധീരനായാലും പല DCCകളിൽ നിന്നായാലും ഒക്കെ തന്നെ ഉയരുന്നത്. ഹസൻ ഈ വിധത്തിൽ പറയുമ്പോൾ പൊതുവിലൊരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അത് വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനോട് അടുത്ത് പ്രാദേശിക സഖ്യങ്ങളൊക്കെ രൂപീകരിക്കേണ്ട ഘട്ടത്തിലൊക്കെ ഇത് പ്രതിഫലിക്കുമെന്ന് വ്യക്തമാണോ? സൗമ്യ, തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ അതുപോലെ തന്നെ UDFിനുള്ളിൽ SNDP BJP ബന്ധം സംബന്ധിച്ച് വളരെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് VM സുധീരന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം വളരെ രൂക്ഷമായ പ്രതികരണങ്ങളുമായി വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം വെള്ളാപ്പള്ളിയും KPCC പ്രസിഡന്റിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ നടത്തി. എന്നാൽ ഈ വിമർശനങ്ങളെല്ലാം തന്നെ VM സുധീരൻ ഒറ്റയ്ക്ക് നേരിടേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് കോൺഗ്രസിനകത്തുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോ അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളൊന്നും തന്നെ VM സുധീരന്റെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ VM സുധീരനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്ത് വന്നില്ല എന്നുള്ള ഒരു കൗതുകവും കഴിഞ്ഞ ദിവസങ്ങളായി നാം കണ്ടിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടി വേണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനും വിശ്വസ്തനുമായ MM ഹസന്റെ ഈ വാക്കുകളെ നോക്കിക്കാണാൻ വേണ്ടി. കൃത്യമായി SNDP BJP ബന്ധം സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് പോലും രണ്ട് ചേരി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. MM ഹസൻ ഇന്നലെ കോഴിക്കോട്ടാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സാമൂഹ്യ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് SNDPക്ക് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെയാണ് തങ്ങൾ എതിർക്കുന്നത്, SNDP അല്ല. അതുകൊണ്ട് SNDPക്ക് നൽകിയ സ്ഥാനമാനങ്ങൾ തിരിച്ചെടുക്കേണ്ടതില്ല എന്ന അഭിപ്രായം ഇതൊരു പക്ഷേ MM ഹസന്റെ അഭിപ്രായമാകാൻ സാധ്യതയില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം MM ഹസനിലൂടെ പുറത്തു വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഈ കൃത്യമായും ഈ ഒരു മൃദു സമീപനം, SNDPയോടും വെള്ളാപ്പള്ളിയോടുമുള്ള മൃദു സമീപനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം ഒരു മറ്റൊരു രീതിയിലേക്കുള്ള കൂട്ടുകെട്ടിലേക്ക് നയിക്കുമോ എന്നൊരു സൂചനയുമുണ്ട്. സൗമ്യ, കുട്ടനാട് വിവരങ്ങൾ നൽകിയത്.